താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം.വി. ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിജ്ഞാനത്തോടൊപ്പം മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പാറപ്പുറം മഹാകവി കുമാരനാശാൻ മെമ്മോറിയൽ LP സ്കൂളിൽ പുതിയ കിച്ചൺ കം സ്റ്റോർ നിർമ്മാണത്തിന് തുടക്കമായി. ആലുവ MLA അൻവർ സാദത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. പാറപ്പുറം മഹാകവി കുമാരനാശാൻ മെമ്മോറിയൽ LP സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായുള്ള കിച്ചൺ കം സ്റ്റോർ ശിലാസ്ഥാപനം നടത്തി. ആലുവ MLA അൻവർ സാദത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ കം സ്റ്റോർ യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം MLA നിർവഹിച്ചു. എന്തായാലും എത്രയും വേഗം ഇതിൻ്റെ പണി തീർത്ത് അത് കുട്ടികൾക്കും ഈ വിദ്യാലയത്തിനും അതൊരു ഉപകാരപ്രദമായി കിച്ചൺ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 15 വർഷക്കാലമായി MLA ആയി പ്രവർത്തിച്ചു. എനിക്ക് ഈ വിദ്യാലയത്തിലും ഈ പ്രദേശത്തുമൊക്കെ കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു ചിന്തകൾക്കപ്പുറം എന്നെ പിന്തുണച്ച സഹോദരിമാരും സഹോദരന്മാരാണുള്ളത്. തീർച്ചയായിട്ടും ആ സ്നേഹവും പിന്തുണയൊക്കെ എക്കാലത്തും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. ജയ്. കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ അധ്യക്ഷത വഹിച്ചു. MLA ഓരോ പ്രോജക്റ്റുകൾക്കും തുക അനുവദിക്കുമ്പോൾ ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ തലങ്ങളിലും അനുവദിക്കുന്ന ഓരോ പരിപാടികളും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയും. ആലുവയുടെ പ്രിയപ്പെട്ട ഒരു നേതാവായി അദ്ദേഹം മാറുകയാണ്. ആലുവയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരനായ ഒരു MLA അദ്ദേഹം മാറുകയാണ്. കാരണം ഓരോ മേഖലകളിലും എടുക്കുന്ന ഓരോ പ്രോജക്റ്റുകളും ലൈവ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏറ്റവും മികച്ച പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ അമ്മക്കിളിക്കൂട് പദ്ധതി 60 വീടുകൾ ഇതുവരെ ദാനം ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റവും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു പ്രോജക്റ്റാണ്. വിധവകളായിട്ടുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉള്ള അമ്മമാർക്ക് ഒരു സുരക്ഷിതമായി ഭവനമൊരുക്കുക എന്നുള്ള പദ്ധതി. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ അത് പിന്നീട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞ് മുന്നോട്ട് പോയില്ല. അതുകൊണ്ടൊക്കെ അങ്ങനെ ഓരോ മേഖലകളിലും ഓരോ പ്രോജക്റ്റുകൾ എടുക്കുമ്പോഴും വളരെ കരുതലോടെയും കാവലോടെയുമാണ് അദ്ദേഹം ഓരോ പ്രോജക്റ്റുകളും തിരഞ്ഞെടുക്കുക. നമ്മുടെ തൊട്ടടുത്ത് വല്ലങ്കടവ് പാലം നമ്മുടെ നാടിനെ വേറൊരു നാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതിയായി അതിനെ കൊണ്ടുവന്നു. മഹിളാലയം പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ മേഖലകളിലും വളരെ വ്യക്തമായി കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. സ്കൂൾ മാനേജർ ഷീജ രാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി ബിജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എബിൻ ഡേവിസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാലിദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MC രഘു, വാർഡ് മെമ്പർ സവിത നിതീഷ്, TS മോഹനൻ, CN പ്രകാശൻ, ഗ്രേസി ദയാനന്ദൻ, സുമ കുമാരി AS, അമൃത ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ വിദ്യാലയം 1964 സ്ഥാപിതമായ അന്ന് ഒരു L ഷേപ്പിലുള്ള ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാലയത്തെ എത്തിപ്പെടുത്തുവാൻ, ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ഒത്തിരി പേരുടെ ശ്രമങ്ങളും സഹായവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്.